അരുൺ, ഞാനിപ്പോൾ പ്രേംകുമാറുമായി സംസാരിച്ചത് മലയാള മനോരമ ഇന്നതിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഗുരുതരമായൊരു ആരോപണവുമായി കവിതയുടെ കേരളത്തിലെ വരവ് സന്ദർശിച്ചിട്ടുണ്ടോ മന്ത്രി പറയട്ടെ എന്ന നിലയിലേക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് എം പി രാജേഷ് തന്നെ പറയുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു, അതിന് ബലം നൽകാൻ മനോരമ ഇല്ലാ കഥ സൃഷ്ടിക്കുന്നു, ആ കഥയ്ക്ക് പൊടിപ്പും തൊങ്ങലും ചാർത്തി പിന്നീട് പ്രതിപക്ഷം പ്രചാരണം നടത്തുന്നു. ഈ ഒരു ട്രാക്കാണ് കളിച്ചതെങ്കിൽ മനോരമ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ, മാപ്പ് പറയുമ്പോൾ അത് വി ഡി സതീശനും ബാധകമാണോ? ഇവിടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പുതിയ സംരംഭങ്ങളുമെല്ലാം വരുമ്പോൾ നുണപ്രചരണം നടത്തുക, നുണപ്രചരണത്തിലൂടെ എതിർക്കുക, അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക, മാധ്യമങ്ങൾ അത് ആഘോഷിക്കുക, ആ വാർത്തകൾ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചർച്ചകൾ നടത്തുക എന്നതെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം ശൈലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ കേരളത്തിൽ മദ്യം കൊണ്ടുവരുന്നതും അതിൻ്റെ അസംസ്കൃത വസ്തു കൊണ്ടുവരുന്നതും എല്ലാം ഭൂരിഭാഗം കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടുത്തെ വനിതാ വികസന വകുപ്പ് മന്ത്രി, ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അടക്കം ഏറ്റവും വലിയ മദ്യ കച്ചവടക്കാരും രാജാക്കന്മാരുമാണ്. ആ ഒരു സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തു കൊണ്ടുവരുന്നതും മദ്യം കൊണ്ടുവരുന്നതും അവസാനിപ്പിച്ച് കേരളത്തിൽ തന്നെ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സീറോ ഡിസ്ചാർജ് ആക്കി മാറ്റി ഇവിടെ തന്നെ അത്തരത്തിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് 2022 മാർച്ച് 31 മദ്യനയത്തിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചതാണ്. 2023-24 മദ്യനയത്തിലും അതിൻ്റെ തീരുമാനങ്ങൾ ഓരോന്നായിട്ട് ആവർത്തിച്ചു. ആദ്യം മുതൽ പ്രതിപക്ഷം എന്തൊക്കെയാണ് പ്രചരണം നടത്തിയത്? ഏറ്റവും ആദ്യം പ്രതിപക്ഷം പ്രചരിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മദ്യനയത്തിന് വിരുദ്ധമായി ഇതാ എക്സൈസ് വകുപ്പ് പുതിയ തീരുമാനം പുറത്തിറക്കിയിരിക്കുന്നു. 2025 ജനുവരി മാസം 16 വന്ന ഗവൺമെന്റ് ഉത്തരവ്, ആ ഉത്തരവ് മദ്യനയത്തിന് വിരുദ്ധമാണ് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ മദ്യനയത്തിന് അത് വിരുദ്ധമല്ലെന്നും മദ്യനയത്തിന് അനുകൂലമാണ് എന്നും 2022-23 കൃത്യമായി മാർച്ച് 31 ഇറങ്ങിയ മദ്യനയത്തിന്റെ ആമുഖം 2-3 പാരഗ്രാഫും അതുപോലെ നമ്പർ 22-24 നമ്പറിൽ വിവരിച്ചിരിക്കുന്ന കാര്യവും ഇത്തരം കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത ഈ കേരളത്തിന് ആർജിക്കണം എന്നതാണ് എന്ന് വ്യക്തമായി. അതുപോലെ 2023-24 മദ്യനയത്തിന്റെ പാരഗ്രാഫ് 8-9 നമ്പർ 24-32 വിവരിച്ചിരിക്കുന്നതും ഇത്തരത്തിൽ തന്നെ സ്വയം പര്യാപ്തതയോടെ നമ്മുടെ ജനങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം, അതുപോലെ അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എഥനോള്, മറ്റ് അസംസ്കൃത വസ്തുക്കളെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ മദ്യനയത്തിന് വിരുദ്ധമല്ല, മദ്യനയത്തിന് വിധേയമായിട്ടാണ് ഈ ഗവൺമെന്റ് ഉത്തരവ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ വാദം പൊളിഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദമാണ് എടുത്തത്. ടെൻഡർ വിളിച്ചില്ല. ഒരു സംരംഭം വരുമ്പോൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ടെൻഡർ വിളിക്കേണ്ടതുണ്ടോ? UDFന്റെ കാലത്തും പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ടെൻഡർ, ആ വാദവും പോയി. മൂന്നാമതെടുത്ത വാദം എന്താ? ഇവിടെ പഞ്ചായത്ത് അറിയാതെയാണ് ഈ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്, പഞ്ചായത്തിനെ ഒരു വിവരം പോലും അറിയിച്ചില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചാനൽ ചർച്ചകളിൽ വന്ന് പൊട്ടിത്തെറിക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ 2 കത്ത് പുറത്തു വന്നു. ആദ്യത്തെ കത്ത് 2024 മാർച്ച് മാസത്തിലെയാണ്, പിന്നെ 2024 7 മാസത്തെയാണ്. ഈ കത്തുകളിലെല്ലാം പഞ്ചായത്തിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്തിന്റെ ഒഫീഷ്യൽ മെയിലിലേക്ക് കളക്ടർ തന്നെ അയച്ചിരിക്കുന്ന കത്ത്, ഇത്തരത്തിലുള്ള ഏകജാലകത്തിന്റെ ചർച്ച നടക്കുന്നു, നിങ്ങൾ വരണം, ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഇത്ര ആൾക്ക് ജോലി കിട്ടും, ഇത്ര മുതൽ മുടക്ക്. അപ്പൊ ആ വാദവും പൊളിഞ്ഞു. അതിനുശേഷം ജലചൂഷണമാണ് എന്ന് പറഞ്ഞ് പല കണക്കുകളൊക്കെ വെച്ച് ഇവിടെ പറഞ്ഞു, അടക്കം വ്യാജ കണക്കുകൾ വെച്ചുകൊണ്ട് പാലക്കാട് വലിയ തരത്തിൽ ജലദൗർലഭ്യം ഉണ്ടാക്കും എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ കൃത്യമായി ഈ കണക്കുകൾ പുറത്തുവിട്ട് ഭൂഗർഭജലത്തിന്റെ ഒരു തുള്ളി പോലും വേണ്ട എന്നും, അതുപോലെ തന്നെ മഴവെള്ള സംഭരണിയും അതുപോലെ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും, ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തെ അത് ബാധിക്കില്ലെന്നും, അതുപോലെ തന്നെ അവിടുത്തെ ഡാമിലെ വെള്ളം ഉപയോഗിക്കേണ്ടതില്ലെന്നും കണക്കുകൾ വെച്ച് നിരത്തി. അപ്പൊ ആ വാദവും പോയി. ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, 28-ാം തീയതി ജനുവരി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാനിതാ ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. ഏത്? ഇവിടെ ഗവൺമെന്റ് വെബ്സൈറ്റിലുള്ള രേഖ എടുത്തു വച്ചിട്ടാണ് ബോംബ് പൊട്ടിക്കാൻ പോയത്. 2 ദിവസം മുമ്പും വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുക്കുമ്പോൾ അതിൽ ഇന്നതിന് പരാമർശിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നുണ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എല്ലാം പൊളിഞ്ഞ് പാളിസാകുമ്പോഴാണ് ഈ മനോരമ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ കൂട്ടുപിടിച്ചുകൊണ്ട് മന്ത്രിയെ കാണാൻ കവിത വന്നു, മീറ്റിംഗ് നടത്തി, ഒരുമിച്ച് പങ്കെടുത്തു. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ പറയുന്ന ഡേറ്റ് എന്നാ? 2022 മെയ് മാസം 27-ാം തീയതിയാണ്. അവിടെ കവിത വന്നു എന്നിരിക്കട്ടെ, ഈ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി അന്ന് സ്പീക്കറാണ്.
അന്ന് നിയമസഭയെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മാതൃകാ സ്പീക്കറായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. എന്നാണ് ഈ സ്പീക്കർ പദവി ഒഴിഞ്ഞ് അദ്ദേഹം എക്സൈസ് മന്ത്രിയായത്? അത് 2022 സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ 2022 മെയ് മാസത്തിൽ ഇത്തരത്തിൽ നിയമസഭയിൽ ഒരു വലിയ ഒരു നാഷണൽ പ്രോഗ്രാം നടക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് മന്ത്രിസഭാ വികസനം ഉണ്ടാകുമെന്നും താൻ സ്പീക്കർ സ്ഥാനം ഒഴിയുമെന്നും താൻ എക്സൈസ് മന്ത്രിയാകുമെന്നും അങ്ങനെ 2-3 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരണമെന്നും ആ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചർച്ച എന്തൊക്കെ സാങ്കല്പികമായിട്ടുള്ള കഥയാണ് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും ചാനലുകളും നടത്തുന്നത്? അത് വെച്ച് പ്രചരിപ്പിക്കുകയല്ലേ? ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മനോരമ ഖേദം പ്രകടിപ്പിക്കുമായിരുന്നോ? അടുത്ത കാലത്ത് എത്രയധികം വാർത്തകൾ പിൻവലിച്ച് മാപ്പ് പറയേണ്ട സാഹചര്യം ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വന്നു. ഒരു പ്രധാനപ്പെട്ട ചാനൽ തന്നെ റീലോഞ്ച് ചെയ്തത് കൊച്ചുകുട്ടികളുടെ ഹൃദയം പദ്ധതി ജനിച്ച് ദിവസങ്ങളാകുന്നതിന് മുമ്പ് ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശസ്ത്രക്രിയ വേണ്ടി വരുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന സ്കീമിൽ വലിയ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റീലോഞ്ചിങ് നടത്തിയത്. ആ ഒരു ആരോപണത്തിന്റെയൊക്കെ വസ്തുത നമ്മുടെ മുന്നിലുണ്ടല്ലോ. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫ് കൈക്കൂലി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ബ്രേക്കിംഗ് ന്യൂസ്. ഈ കേരളത്തിൽ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വാർത്തകളും പൊളിഞ്ഞു പാളീസായി മാറുന്ന പ്രതിപക്ഷം ഏറ്റെടുക്കും, മാധ്യമങ്ങൾ ഏറ്റെടുക്കും. പിന്നെ പ്രതിപക്ഷം അത് ന്യായീകരിക്കും, പ്രതിപക്ഷം അത് വിപുലപ്പെടുത്തും. അതങ്ങ് വിപുലപ്പെടുത്തി അവിടെയാണ് പതിവില്ലാത്തൊരു ചോദ്യം. അവിടെയാണ് അരുൺ ഇത്രയും വിശദീകരിക്കുമ്പോഴും എന്റെ ചോദ്യത്തിലേക്ക് അരുൺ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പതിവില്ലാത്ത വിധം ഇവിടെ ഈ വിഷയത്തിൽ മനോരമ ഖേദം പ്രകടിപ്പിച്ചു, മാപ്പ് പറഞ്ഞു. പക്ഷേ അപ്പോഴും എം പി രാജേഷ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, മനോരമയ്ക്ക് ദുരുദ്ദേശമില്ലായിരുന്നുവെങ്കിൽ നാളെ വാർത്ത തെറ്റായിരുന്നുവെന്നും പിൻവലിക്കുന്നുവെന്നും തുല്യ പ്രാധാന്യത്തിൽ, അതാണ് ഇൻവെർട്ടഡ് കോമയിൽ, തുല്യ പ്രാധാന്യത്തിൽ അവർ പ്രസിദ്ധീകരിക്കണം. തുല്യ പ്രാധാന്യത്തിലേ അല്ല പ്രസിദ്ധീകരിച്ചെന്നുള്ളത് വേറെ കാര്യം. നോക്കാം മനോരമ എന്ത് ചെയ്യുന്നു. മനോരമ ഏതായാലും ഖേദം പ്രകടിപ്പിച്ചു. തുല്യ പ്രാധാന്യത്തിലേ അല്ല ആ വാർത്തയ്ക്ക് ഖേദം പ്രകടിപ്പിച്ചത്. അത് വളരെ സ്പഷ്ടം. അതിന് ഏതെങ്കിലും പ്രത്യേക പരിശോധനയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ പത്രം വായിക്കുന്ന മനുഷ്യരും കാണുന്ന മനുഷ്യരുമാണല്ലോ. അതൊരു കാര്യം. പക്ഷേ എൻ്റെ ചോദ്യം അരുണിനോട് ഞാൻ വീണ്ടും അതിലൊന്ന് ചുരുക്കിയൊരു മറുപടി സ്പെസിഫിക് ആയിട്ട് അതിലേക്ക്, മനോരമയ്ക്ക് മാപ്പ് പറയാമെങ്കിൽ വി ഡി സതീശനും മാപ്പ് പറയണമോ? തീർച്ചയായിട്ടും. ഇപ്പം മനോരമ മാപ്പ് പറയാൻ കാരണം എന്താ? കൃത്യമായി നിയമസഭാ പരിപാടികളുടെ ലൈവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിങ്ക്, അതുപോലെ ആ പരിപാടിയിൽ പങ്കെടുത്തവരുടെ പേര് സ്റ്റേജിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ അന്ന് മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്ത, ആ വാർത്തയിൽ ഫോട്ടോയും ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് കൃത്യമായി മനോരമ തന്നെ എഴുതിയിരിക്കുന്നു. ആ പഴയ വാർത്തയുടെ ഫോട്ടോയും വാർത്തയും അടക്കം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനോരമ മന്ത്രി പറഞ്ഞതുപോലെ മാപ്പ് പറയാൻ തയ്യാറായത്. ഇതിൽ പ്രതിപക്ഷ നേതാവും മാപ്പ് പറയണം, മുൻ പ്രതിപക്ഷ നേതാവും മാപ്പ് പറയണം. കാരണം 9:30-ക്ക് മുൻ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചു ഇതേ വിഷയത്തിൽ. 3 മിനിറ്റ് മുമ്പ് 9:27 AM ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് പത്രസമ്മേളനം വിളിച്ചു. കാരണം രണ്ടുപേരും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. രണ്ടുപേരും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലുള്ള മത്സരം, ഈ കാര്യത്തിൽ നുണ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും മത്സരം നടത്തി. ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ എന്തെല്ലാം നുണയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രീമതി കവിത വന്നു, ചർച്ച നടത്തി. ഈ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ മനോരമ പറഞ്ഞ മാപ്പ്, ആ മാപ്പ് കൃത്യമായി പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും അടക്കം പറയേണ്ടതുണ്ട്. ചാനൽ ചർച്ചകളിൽ നിന്ന് വന്ന് നുണ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരകരും അത്തരത്തിൽ മാപ്പ് പറയേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൃത്യമായി ഈ എന്താണോ ഇവർ വ്യാജ വാർത്ത നടത്തി ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളെ പൊളിക്കാൻ ശ്രമിച്ചത്, ആ എല്ലാ സാഹചര്യങ്ങളും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്.